നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. പുകയില നിങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങൾ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും പുകഞ്ഞു തീരുന്നു. സ്മാർട്ട് ആവൂ, പുകയിലെ അകറ്റി നിർത്തൂ, റൺഔട്ട് ആകാതിരിക്കൂ.
സരസു, ഹലോ. ഉണ്ണിയണ്ണ. പറ സരസു. സരസു അണ്ണ, ഞാൻ ഒരിടത്ത് പെട്ട്. പെട്ടോ? പെട്ടാ? എവിടെ? ഓ, കക്കൂസിലോ? നിനക്ക് വയറിന് സുഖമില്ലാത്തോണ്ടായിരിക്കും. എന്നിട്ട് നീ എന്തോ ഈ പറയുന്നേ? ഞാൻ എന്ത് ചെയ്യാനാ ഈ രാത്രി നീ വിളിച്ചു പറഞ്ഞ? നീ സൂക്ഷിക്കണ്ടായിരുന്നു. ഒരു മിനിറ്റ്. അതെ, ഞാനങ്ങോട്ട് വിളിക്കാം. ശരി. സരസു വയറുവേദന? നീ കിടന്ന് വെപ്രാളപ്പെടാതെ. അത് നീ കഴിച്ചത് വല്ലതും പിടിക്കാഞ്ഞിട്ടായിരിക്കും മുത്തേ. വയറുവേദനയൊക്കെ മാറും, ഞാനല്ലേ പറയുന്നത്. ഇവന്റെ കാര്യം ചേട്ടന് ഒരു ഉമ്മാരു. മോളെ, ചേട്ടൻ്റെ ഇപ്പൊ വിളിക്കാമേ കേട്ടാ. എന്തോന്നടേ? അളിയ, അതെ, നീ അത്യാവശ്യമായിട്ട് വെള്ളാമ്പലത്തിലോട്ട് വരണം. ഈ പാതിരാത്രിക്കാ? ഒന്ന് പോണേ. അളിയ, ഒരു വലിയ പ്രശ്നമുണ്ട്, ഒന്ന് വാ. എന്ത് പ്രശ്നമാണെങ്കിലും എനിക്കിപ്പോ ഇറങ്ങാൻ പറ്റൂല. അങ്ങനെ പറയലടാ, ഒരു ജീവന്റെ പ്രശ്ന. ജീവന്റെ പ്രശ്നം? എന്ത് ആക്സിഡന്റാ? അതിലും വലിയ പ്രശ്ന. നീ അങ്ങോട്ട് വാ, ഞാൻ അവിടെ കാണും. വാ 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 വാ. വെച്ച എന്തോന്നടേ പാതിരാത്രിക്ക്? അളിയ, നീ ഒന്ന് അടങ്ങ്. ഞാൻ പറയുന്നേ നീ സമാനത്തോടൊന്ന് കേക്കണം. പറ. അത് അളിയ, നമ്മുടെ സരസു ഇല്ലേ? സരസു? എടാ, മനു സരസ്വതി, എന്റെ കുഞ്ഞമ്മയുടെ മോൻ. മനു സരസ്വതി. അവനൊരിടത്ത് പെട്ടു. പെട്ട? എപ്പോ? എങ്ങനെ? എവിടെ? എടാ, കഴിഞ്ഞ മാസം PSC പരീക്ഷയ്ക്ക് അവൻ കൊല്ലത്ത് പോയില്ലേ? അവിടെ വെച്ച് ഒരു അക്കനെ കണ്ട കാര്യം നമ്മളോട് പറഞ്ഞില്ലേ? അക്കന? ഏതക്കൻ? എടാ, ഫോട്ടോ ഒക്കെ കാണിച്ച ഓർമ്മയില്ലേ? ഒരു സൂപ്പർ അക്കൻ, സുന്ദരിയായിട്ടുള്ള. ഉണ്ട്. എന്നിട്ട് അവരുമായിട്ട് അവൻ ഫോൺ കോളും ചാറ്റിങ്ങും ഒക്കെ ആയി അങ്ങ് സെറ്റപ്പായി. എന്നിട്ട്
കൊച്ചു കള്ളി ഇരുന്നല്ലേ ഞാനൊരുത് എന്ത് ഇപ്പൊ ശരിയാക്കാം. ഞാൻ അവിടെ വിളിക്കും. ചേച്ചി ഞാൻ എൻ്റെ അടി വിളിക്കാം. അയാൾ പോയിട്ട് പറ. വരുന്നേട്ടാ. ചേച്ചി പോലെ ചേച്ചി നിൽക്കേ ചേച്ചി. ചേച്ചി ചേച്ചി എന്നെ തുറന്നു ചേച്ചി. ചേച്ചി ഡേ അളിയാ നമുക്കവനെ രക്ഷിക്കണ്ടേ? നീ തന്നെ അങ്ങ് പോയി രക്ഷിച്ചാ മതി. എനിക്ക് വരാൻ പറ്റും. കാര്യമായിട്ട് പറയാ. ഞാനും കാര്യമായിട്ട് തന്നെ പറയുന്നത്. അടുത്ത ആഴ്ച എന്റെ കല്യാണമാ. അപ്പോഴാ ഓരോ പെണ്ണ് കേസ് കൊണ്ടുവരുന്നത്. എനിക്ക് പറ്റൂല. നീ പോണേ പോ. പാതിരാത്രി ഓരോ പെണ്ണ് കേസുമായിട്ട് വരും. ഒരു പണിയില്ല. അളിയാ അവനെ നാട്ടുകാര് പൊക്കിയ നമ്മള് രണ്ടുപേരും പെടും. നമ്മള് രണ്ടും പെടും. എങ്ങനെ പെടും? അവനെ നാട്ടുകാര് പൊക്കിയ പോലീസ് വരില്ലേ? പോലീസ് വന്ന് കോൾ ഹിസ്റ്ററി നോക്കുമ്പോ അതിൽ നമ്മുടെ രണ്ടുപേരുടെ പേരുണ്ടാവും. എന്തായാലും നമ്മൾ രണ്ടും പെടും. എന്റെ കല്യാണം അത് മടങ്ങും. ഇപ്പൊ ഞാൻ എന്തോ വേണം? അളിയാ അതാ ഞാൻ പറഞ്ഞു. നമുക്ക് അവിടെ ചെന്ന് അവനെ രക്ഷിക്കണം. ഇതെവിടെയാ സ്ഥലം? പരശുവയ്ക്കൽ. എടാ പരശുവയ്ക്കൽ എന്ന് പറഞ്ഞ ഒരുപാട് ദൂരെയാ. നമ്മൾ എങ്ങനെ പോകും? അളിയന്റെ ബൈക്കിൽ പോവാം. ഈ വണ്ടിയില്ല. നല്ല പേഷായിരിക്കും. ഇതിന് ബ്രേക്കും ഇല്ല, ഹോണും ഇല്ല, ബുക്കും പേപ്പറും പണ്ടേ ഇല്ല. നമുക്ക് കാറ് പോവാം. പാതിരാത്രി നിന്റെ മറ്റോ കൊണ്ട് വെച്ചിരിക്കുന്ന കാർ. വേണ്ട വേണ്ട. അളിയ നിന്റെ അമ്മാവന്റെ കാറ്. അമ്മാവന്റെ കാർ കിട്ടൂല. അമ്മാവൻ വേണ്ട. അളിയ നിന്റെ മറ്റേ വണ്ടി. ഞാനാണല്ലോ പെട്ടത്. ഞാൻ ആലോചിച്ചോളാം. ഒരു വണ്ടിയുണ്ട്. ആരുടെ? പക്ഷെ ഒരു തന്നെ സഹിക്കേണ്ടി വരും. ആളാരെന്ന് പറ. വിസ്മയ. Hey honey, I got lots of cash money. Chill honey, gonna make your mood sunny. Hey honey, I got lots of cash money. Chill honey, gonna make your mood sunny. അമ്മ ചുമ്മാ ഇരി അമ്മ, പേടിപ്പിക്കാതെ. എനിക്ക് പേടിയാണോ ചേട്ടാ?
ഹായ് എന്റെ അമ്മേ ഇതെന്ത് ജന്തുവാടാ? Hey man, long time no see man. You still alive? ജീവനോടുണ്ടല്ലേ? Get out. Fist bump man. Fist bump man. Who is this man? എന്റെ ഫ്രണ്ട് This man. ഉണ്ണി. What only? കെ ഉണ്ണി. Kuni. അയ്യേ Emma. അതെ വിസ്മയ, ഈ വണ്ടി ഒന്ന് വേണമായിരുന്നു. ഞങ്ങൾക്ക് രണ്ടും കൂടി ഒരു സ്ഥലം വരെ പോവാനാ. Party കാണോ? അല്ല ആ പാർട്ടി പാർട്ടി. അതെ അതെ പാർട്ടി പാർട്ടി. Come on man. എടുത്തോ. എടുത്തോ. എടുത്തോട്ടെ. അല്ല താക്കോല്. Oh, you need keys now. ആ, key. കടുക്കണം. അളിയാ വണ്ടി എടുത്തോ. എന്ത്? Hi man. അല്ല വിസ്മയം വരണോന്നില്ല. അതെ. ഞങ്ങൾ രണ്ടും കൂടെ പൊക്കോളാം. അതെന്ത്? നിങ്ങൾക്ക് കാർ വേണ്ടേ? അയ്യോ കാറ് മാത്രമാണ് വേണ്ടത്. അയ്യോ അത് പറ്റൂല. കാർ എടുക്കണമെങ്കിൽ എന്നെ എടുത്തേ പറ്റൂ. എന്റെ അച്ഛൻ അറിഞ്ഞ വഴക്കുറ തന്നെ. You know, he's a very bad man. ചേച്ചി ചേച്ചി പോയോ? എന്നെ അടിക്കണം. എന്നെ അടിക്കണോന്ന്. കത്തിച്ചോട്ടോ കത്തിച്ചോട്ടോ. കത്തിച്ചു വിടാൻ. What man? വിസ്മയ What? കുറച്ച് സമാധാനം വേണ്ടേ? അതുകൊണ്ടാ. നിന്റെ പൈസ ഉണ്ടല്ലോ അല്ലേ? ധൃതിയിൽ ഇറങ്ങിയപ്പോ ജെട്ടി പോലും ഇട്ടിട്ടില്ല. അപ്പഴാ കാശ്. അളിയാ നീ അടിച്ചോ? ഞാൻ അടിച്ചിട്ട് കുറെ പോവും. Hey honey, I got lots of cash money. Full tank fuel for this car and car അടിച്ചിട്ടില്ലെങ്കിൽ buy some jetties for this guy. Okay. Are you happy man? Happy? അങ്ങോട്ട് കോൾ അടിച്ചല്ലേ?
ചേട്ടാ ചെല്ല്. ഫുൾ ടാങ്ക്. ചേട്ടാ കാർഡ് എടുക്കില്ല. എന്താ ആ മെഷീൻ കേടാ. എന്ത് ചെയ്യടേ? എത്രക്ക്? ബൈ മാൻ. മെഷീൻ കേടാന്ന്. അങ്ങനെ പറയാൻ എങ്ങനെ ശരിയാവും? പിന്നെ ഞാൻ തരലിട്ട് വിളിക്കണോ? മാൻ, പണക്കാരോട് കുറച്ചുകൂടെ മാന്യോട് സംസാരിക്കണം. തൊഴിലാളി ബാഗർ. എന്താണ് പ്രശ്നം അവിടെ? ഒന്നുമില്ല. അണ്ണാ എന്താടാ? പൈസ വേണമെങ്കിൽ ചോദിച്ചാ പോരെ, ഞാൻ തരുമല്ലോ. പാതിരാത്രി ഞാൻ ഓരോന്നിട്ട് പറഞ്ഞേടാ. കാശുണ്ട് കൊടുത്താ പോരെ, വെറുതെ നാട്ടുകാരെ നടിയും വാങ്ങി. ഇവൻ ആരടാ? മൈ ക്ലാസ് മാൻ. രാഹുൽ, ക്യാൻസൽ ഹിസ് ജട്ടീസ്. നീ ജട്ടി ഇല്ലാത്തോണ്ടാക്കിയ വേറെ പട്ടി. എന്താടേ? മിണ്ടൂല. എത്രക്ക്? ഒരൊറ്റ ചോദ്യം, ആരാണവർ? പെട്രോൾ അടിക്കാൻ വന്നവര്. എന്തിനാ അവര് വന്നത്? പെട്രോൾ അടിക്കേ. അപ്പൊ അടിക്കണ്ടേ? അടിക്കാറായിട്ടില്ല. പട്ടി വല്ലാത്ത അടിയായി പോയി. എന്തോ ഈ അന്തവും കുന്തവും ഇല്ലാതെ എങ്ങോട്ടാ പോകുന്നത്? പരശുവയ്ക്കല്. പരശുവയ്ക്കൽ എവിടെയാന്ന് അറിയാമോ? അറിയില്ല. അവനോട് ഫോണിൽ ലൊക്കേഷൻ ഒന്ന് ഷെയർ ചെയ്ത് തരാൻ പറ. ആ അത് കൊള്ളാം, നല്ല ഐഡിയ. ആ കോള് പോകുന്നുണ്ട്. റിങ്ങുണ്ട്. ആ ഹലോ, ഞങ്ങൾ വരുവാ. നീ ആ വീടിന്റെ ലൊക്കേഷൻ ഒന്ന് ഷെയർ ചെയ്യ്. ബാലൻസ് ഇല്ല, നീ ഒന്ന് റീചാർജ് ചെയ്യോ? ഓ ആ ഇപ്പൊ ചെയ്തേക്കാം. ഓക്കെ. ഷെയർ ചെയ്താ? ഇല്ല, പിന്നെ അവന്റെ ഫോണിൽ നെറ്റ് ഇല്ലാണ്, ഒന്ന് ചാർജ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നീ എന്തോന്ന് പറഞ്ഞു? ഇപ്പൊ ചെയ്യാന്ന് പറഞ്ഞു. പാതിരാത്രി നിന്റെ അപ്പൂപ്പൻ തുറന്നു വെച്ചിരിക്കുന്ന റീചാർജ് കട. അയ്യോ അത് ശരിയാണല്ലോ. ഏറ്റവും ഇല്ല, ഒരു കോപ്പുമില്ലാതെ ഇറങ്ങിക്കോളും. അളിയ നമുക്ക് നോക്കിപ്പോ ഏതെങ്കിലും കട കാണും. അളിയ ദൂരെ കട നിർത്ത്. Is this a place? അളിയ പെട്ടെന്ന്, അയാൾ അടയ്ക്കാൻ പോവാ. നിർത്ത്. അങ്ങനെ എല്ലാം അടച്ചു കൂട്ടും. നോക്കിക്കോണിക്കോടെ ഇറങ്ങി വാടക പെട്ടെന്ന്. ചേട്ടാ അടയ്ക്കല്ലേ. അയ്യോ ചേട്ടാ, അടയ്ക്കല്ലേ. ചേട്ടാ എയർടെലിൽ 3G. ചേട്ടാ Hi, box shop. Mommy, oh daddy, I am a pickleberry. Oh mommy, oh daddy, ഭയങ്കര സ്ലോ മോഷൻ തന്നെ. എന്തോന്നിത്? ഒരുപാട് പടമാണ് കേട്ടോ.
സ്പീഡുണ്ട്. ചേട്ടാ ഒന്ന് പെട്ടെന്ന്. Hurry up, old man. Hurry up. ഒന്ന് പെട്ടെന്ന്. Daddy, I am my big old daddy. Oh, mommy, ഒന്ന് ചുമ്മാ ഇരടാ. I am my big old daddy. ഓ കിട്ടി. കിട്ടിയാ? നോക്ക് പെട്ടെന്ന്. എന്റെ പൊന്നു ചേട്ടാ, എയർടെല്, ഇത് വോഡാഫോണാ. Airtel, man, Airtel. Hurry up, old man. ഇവനെ കൊണ്ട് No, that one, yeah. ആ കിട്ടി എയർടെൽ. അടച്ചോ. വിസ്മയ പൈസ കൊടുക്ക. Man, കൊടുത്തിട്ട് വാ പെട്ടെന്നോ. കേറ് കേറ് കേറ്. അളി സ്റ്റാർട്ടി. എടാ വിസ്മയ വാടാ. keep the change, huh? Bye-bye. Ay, oh my God. Tala. ഒന്ന് വേഗം കേറന്റെ വിസ്മയ. ഡാൻസ് ഒക്കെ പിന്നെ കളിക്കാം. I will. Oh, mommy. Oh, God. തല എത്തി. ആണോ? ആ നോക്കി പോവാം. ഏകദേശം ഇത് തന്നെയാ സ്ഥലം തോന്നുന്നു. നിർത്ത്. ആ കണ്ട ഇതാണ് ആ സ്ഥലം. Is this the party place, man? ഇല്ല, Hey? ഇപ്പൊ എത്തും. ഡേയ് എന്തോ പ്ലാൻ? അത് കൊള്ളാം. പോവാം. അടിപൊളി ടെറസ് ഇട്ട വീട്. Bad party house. കേറി പൊളിക്കുന്നില്ലേ? ഒരു ഐഡിയ കൊണ്ട് വരും. വരണില്ലേ? Hey, man. വാടേ. Where are you going? Huh? ഡേയ് ഇനി നമ്മൾ എന്ത് ചെയ്യും? Is that Jupiter? No, that Uranus. ഇനി ഞാനൊരു ഐഡിയ പറയാം. പറ. ഞാനൊരു ഗുണ്ടടിക്കാൻ പോവാ. നീ കട്ടക്ക് എന്റെ കൂടെ നിന്നോണം. ഉം. മനസ്സിലായ? ഈ പ്ലാൻ നീ അവന് മെസ്സേജ് അയച്ചു കൊടുക്കണം. നമ്മൾ അവിടെ ചെല്ലും. ഭർത്താവ് വാതിൽ തുറക്കുന്നു. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അയാളെ അവിടെ തന്നെ പിടിച്ചു നിർത്തുന്നു. ആ സമയം അങ്ങേര് കാണാതെ അക്കനെ നീ സിഗ്നൽ കൊടുക്കുന്നു. അക്കൻ അവനെ തുറന്നു വിടുന്നു. നമ്മൾ അവനെ കൂടെ എസ്കേപ്പ് ആവുന്നു. വാടെ ബ്രില്യന്റ് ഐഡിയ. എന്നിട്ട് കട്ടൻ ചായ അടിക്കുന്നു. അതെന്ത് വേണോ അടിക്കാം. You're so funny. സൂപ്പർ. പോവാം. Blue stars. പിന്നെ Okay. ബ്രില്യന്റ് ഐഡിയ. Come on. ഞാനും. ഒച്ചയുണ്ടാക്കാതെ പറ. Beautiful country place. Party house. Yeah. എന്തുവാണ്? പോടാ. Go, man. Go. നീ ഇവിടെ നിന്നാ മതി. ബെല്ലടി. അടിയളിയാ. അടിക്കളിയാ. അടിക്കളിയാ. എന്തു അടി? അളിയാ
വരുന്നുണ്ട്. ആര് എന്തായാലും വേണം ഗിൽക്രിസ്റ്റ് അല്ല ഗിൽബർട്ട് ഗിൽബർട്ടിന് ആക്സിഡന്റ് ആയി സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണ്. ഗിൽബർട്ടാ പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ എല്ലാം കുഴയും. ഗിൽബർട്ടാ? അതേട്ടാ ഈ ഗിൽബർട്ട് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന പുള്ളിക്ക് ഒരു ആക്സിഡന്റ്. ആ അല്ല ഈ ഗിൽബർട്ട് ആരാണ്? തങ്കച്ചന്റെ മൂത്ത മോൻ. തങ്കച്ചന്റെ മോൻ. തങ്കച്ചന്റെ മോനാ? അതേട്ടാ ഈ തങ്കച്ചന്റെ വീട് ഇവിടെ എവിടെയാ എന്നല്ല പറഞ്ഞു? അതെ. ആ അപ്പോ ഈ തങ്കച്ചന്റെ മോനാണല്ലോ ഗിൽബർട്ട്. അപ്പോ പുള്ളിയുടെ വീട് തപ്പി ഇറങ്ങിയതാ. ഈ വിവരം വന്ന് പറയാൻ വേണ്ടി വന്നാണ്. പക്ഷെ തങ്കച്ചൻ എന്നൊരാള് ഇവിടെ ഇല്ലല്ല. അങ്ങനെ ഒരാൾ ഈ ഏരിയയിലൊന്നും ഇല്ലല്ലോ. ഉണ്ടെന്നാണ് പറഞ്ഞത്. ഹിമേ ഹിമേ എടി ഹിമേ എന്താടി അവിടെ നോയിക്കൊണ്ടിരിക്കണം? ഇങ്ങോട്ട് പാടി. എടി നിനക്ക് ഇവിടെ ഒരു തങ്കച്ചൻ അറിയാം? തങ്കച്ചൻ എന്ത് പറ്റിയേട്ടാ? അല്ല ഈ തങ്കച്ചന്റെ മോൻ ആക്സിഡന്റ് ആയിട്ട് ആശുപത്രി കിടക്കണം. എവര് ഈ വിവരം പറയാൻ വന്നതാണ്. തങ്കച്ചൻ ആ നമ്മുടെ പഴയ ഓണയുടെ പേര് തങ്കച്ചൻ എന്നല്ലേ? എടി അത് തങ്കപ്പ, ഇത് തങ്കച്ചേ. എനിക്കറിഞ്ഞൂടാ. ആ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ കേട്ടാ. ഞങ്ങൾ ഈ ഇടയ്ക്ക് താമസത്തിന് വന്നതാണ്. ഞങ്ങൾക്ക് അറിഞ്ഞൂടാ കേട്ടാ. അതാ അറിയാത്ത. കുഴപ്പമില്ല ഏട്ടാ, ഞങ്ങൾ പോയിട്ട് വരാം. ഞങ്ങൾ വേറെ വീട്ടിൽ അന്വേഷിച്ചോളാം. പോട്ടെ. എല്ലാം തീർന്നു. തങ്കച്ചൻ തന്നെ പേര്? അതെ തങ്കച്ചൻ. തങ്കച്ചൻ. ആ എടി ഹിമേ ആ ജോസ് ഉറങ്ങി കാണൂല. നീ പോയി അവനെ ഒന്ന് വിളിച്ചാണ്. ജോസേ ജോസേ ജോസ് ജോസ് വാഴ ജോസ് ജോസേ നിന്നെ സുഖമായിട്ട് വിളിക്കണം. എന്നാ പിന്നെ മുമ്പ് കൂടെ ജോസഫ് വരും. അവൻ ഇവിടെ ഉള്ളവരെയൊക്കെ അറിയാം നന്നായി. ഞാൻ പിന്നെ ഈ പട്ടാളത്തിലായിരുന്നോണ്ട് എനിക്ക് അങ്ങനെ പട്ടാളത്തിൽ തന്നെ ദേഹത്തോട്ട് കളിക്കണടാ. കൊലക്ക് കൊടുക്കും വേണ്ടി ജോസഫ് വരും. അവനറിയായിരിക്കും. ആ ജോസേ എന്താണ് രാത്രി വിരുന്നുകാരൊക്കെ? വിരുന്നുകാരൊന്നും അല്ലടേ. പിന്നെ ജോസഫ് ഒരു തങ്കച്ചൻ. ഓ തങ്കച്ചൻ. തങ്കച്ചന്റെ മോര് ഗിൽബർട്ട്. ഗിൽബർട്ട്? ആ അടേ ആ പയ്യൻ ആക്സിഡന്റ് ആയിട്ട് ആശുപത്രി കിടക്കാണ്. സ്വപ്പ സീരിയസ് ആണ്. ഓ ഇവരാ വിവരം പറയാൻ വേണ്ടി വന്നയാണ്. തന്നെ? ഓ ആ നമുക്ക് ആ തങ്കച്ചന്റെ വീട് വരെ ഒന്ന് പോണല്ലോ. പിന്നെ പോണ്ടേ? ആ തങ്കച്ചന്റെ വീട് എവിടെയാണ്? ഏത് വീട്? തങ്കച്ചന്റെ വീട്. ഏത് തങ്കച്ചൻ? ഇപ്പൊ ഇവിടെ പറഞ്ഞില്ലേ നിനക്ക് തങ്കച്ചൻ അറിഞ്ഞൂടെ? അണ്ണന്റെ പട്ടാളത്തിലെ ബന്ധങ്ങളൊക്കെ എനിക്ക് എങ്ങനെയാണെന്ന് അറിയാം. അടേ അവന്റെ ബന്ധുവൊന്നും അല്ല. എനിക്ക് അവനെ അറിഞ്ഞൂടാ. പിന്നെ എന്റെ ബന്ധുവാ. പിന്നെ നീ ഇവിടെ കിടന്ന അയ്യോ പത്തോന്ന് പറഞ്ഞതാ. പിന്നെ മനുഷ്യന് അവാർഡ് വന്നാ പറഞ്ഞ ഞാൻ കിടന്ന് ചിരിക്കണം അണ്ണ. എന്തരടേ ജോസേ ഇത്? എന്തൊരു ഡേയ് ഈ തങ്കച്ചന്റെ വീട് ഇവിടെ എവിടെയോ ആണെന്നാണ് എവര് പറയണത്. തന്നെ? ഓ തങ്കച്ചൻ. സുനി പോയിട്ട് വരണേ. എങ്ങനുണ്ട്? കൊള്ളൂല കൂറ പടം. എനിക്കിഷ്ടായി. ആ നിനക്ക് ഇഷ്ടപ്പെടും. ഇതാ ഇവിടെ നിനക്കൊരു തങ്കച്ചനെ അറിയാമോ? ഏത് തങ്കച്ചൻ? എത്ര തങ്കച്ചനെ നിനക്ക്? ഇത് തങ്കച്ചൻ. തങ്കച്ചനെ? ഓ അല്ല മറ്റല്ല അവനായിരിക്കും ഇവിടെ. ഇത് നീ അന്ന് ബാർബർ ഷോപ്പിൽ പോയപ്പോഴേ അതാ അത് വെറും മണി. ആ നിനക്ക് അറിയാമെങ്കിൽ പറയണം. ചുമ്മാ കളിച്ചിരിക്കാതെ.
നീ എവിടെയെങ്കിലും പോയിട്ടൊരു തങ്കച്ചനെ ഒപ്പിച്ചോണ്ട് പോവാ. നമുക്ക് ഗുണമുള്ള കാര്യമാണ്. അയാളുടെ മോൻ ആക്സിഡന്റ് ആയിട്ട് ആശുപത്രിയിലാണ്. ഓ കുറച്ച് സീരിയസ് ആണ്. എനിക്കറിയാം പറ. ഒന്ന് ആലോചിക്കട്ടെ. ഒരാളുണ്ടണ്ണ, പക്ഷെ അയാളൊരു പീറ്റർ എന്നാണ്. പീറ്റർ അല്ലടാ, തങ്കച്ചൻ. അല്ലണ്ണ, പീറ്റർ എന്ന് തന്നെ പേര്. അയാളെല്ലാരും വിളിക്കുന്നതാണ് തങ്കച്ചൻ. അയാൾക്കൊരു മോനുണ്ട്. ഉണ്ട്, ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യണം. ഗിൽബർട്ട് എന്നാണ് പേര്. ഗിൽബർട്ട്. ആ അങ്ങനെ തന്നെ പേര്. അത് തന്നെ. അതേനടേ. അപ്പൊ ഇനി നോക്കില്ല, നീ ഇപ്പൊ വിളിച്ചിട്ട് വാ. ശരി. എനിക്കൊരു കോൾ ചെയ്യണം. എനിക്കൊരു കോൾ ചെയ്യണം. പോയി വിളിച്ചിട്ട് വേടേ. ഹലോ വാസുകൂട്ടണ്ണ, നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ആ സുകുമാരന്റെ വീടില്ലേ, അങ്ങോട്ട് വാ. അണ്ണാ, നമ്മുടെ വരുത്തൻ സുകുമാരൻ, മറ്റേ മതാലസേ ചേച്ചിക്കള് വീടില്ലേ, അത് തന്നെ. എല്ലാം വന്നിട്ട് പറയാം. നമ്മുടെ പാർട്ടിക്ക് ഗുണമുള്ളൊരു കാര്യമാണ്. പിന്നെ ആ ജോസ് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അവനെ മലർത്തിയടിച്ച് ഷൈൻ ചെയ്യാൻ പറ്റിയ അവസരമാണ്. അണ്ണൻ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഓക്കെ. Hey honey, I got lots of cash money. Chill honey, gonna make your moves honey. ചേച്ചി കുറച്ച് മാറിയിക്കണേ. അണ്ണന്റെ അമ്മൂമ്മയാണ്. നോക്ക്, വലിയ പട്ടാളക്കാരനാണ്. ഇതുകൊണ്ടാ മണിയണ്ണ, വലിയ വിഷയണ്ണ. നിങ്ങൾ എല്ലാരും വിളിച്ചോണ്ട് വരാത്തത് നിങ്ങൾ കാര്യമെന്ന് പറഞ്ഞില്ലേ? അണ്ണ നമ്മളെ തങ്കച്ചണ്ണന്റെ മോൻ ഗിൽബർട്ട് ഭയങ്കര വലിയ ആക്സിഡന്റ്. ഓ കണ്ട സിറ്റി കൂട്ടുകാരൊക്കെ മതിയായിരുന്നു. പണ്ടായിട്ട് അവിടെ നിന്ന് എണ്ണ അടിച്ചാൽ മതിയായിരുന്നു. ആൾത്താമസമില്ലാത്തൊരു കൊണ്ണി ഏരിയയിൽ ചേച്ചി ആൾക്കാരൊക്കെ ഒന്ന് പോട്ടെ. ദൈവത്തോട് എന്നെ എങ്ങനെയും പുറത്തിറക്ക്. അയ്യോ ചേച്ചി, ഇതെങ്ങനെയും ചേച്ചി. പച്ചള ചേച്ചി, അതുകൊണ്ടാ പറയാ. എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പ്ലീസ് ചേച്ചി, ഞാൻ വരൂല. ചേച്ചി അതാണ് തങ്കച്ചൻ. അതാണ് തങ്കച്ചൻ. അയ്യോ എന്നാ പേടിക്കാനൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വണ്ടി തട്ടി, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളെന്ന എന്റെ അണ്ണ. ചെറുക്കന്റെ മേത്ത് വണ്ടി തട്ടിയെന്ന ചെറുക്കൻ 2 കഷ്ണം എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്തൊക്കെയാണ് പറയണത്? ചത്ത ആള് വടിയായ കാറ്റുപോയാ എന്തോന്നടാ ജോസേ ഇത്? ഉള്ളതല്ലേ പറയണ്ട അണ്ണ. എങ്ങോട്ട്? നീ ഇതിനെ എടുത്ത് എന്റെ വീട്ടിനകത്ത് വെക്കാത്തന്റെ കുറവും കൂടെ ഉള്ളൂ. പോയല്ലോ വണ്ടി വിളിയടാ. ആ ചുവലയില് കായും പൂവുള്ള ബലിയിട്ട് ഇറങ്ങി വേടാ. നിന്നെ തരണ മാക്കാൻ ഇറങ്ങി വേടാ. കാറ്റ് പോയോടെ? ഇല്ല, കാറ്റുണ്ട്. റമ്മാണെന്ന് തോന്നുന്നു. നിന്റെ കാർ എന്നടാ? നീല കാർ. It's a blue car. സീറ്റ്സ് ഒക്കെ നമുക്ക് കിടത്താം. ഇതെന്തോന്ന് പറയണത്? കൂളിംഗ് പേപ്പർ ഒട്ടിച്ചാൽ
അകത്തെടുക്കുന്നതെന്നും പുറത്തറിയില്ല. കിണിക്കൊണ്ടിരിക്കാന്ന് പോയി വണ്ടി കേട്ടടാ. എടാ പോടാ പോടാ. Why you lady crying? So noisy. പോടാ. അളിയാ ഞാനും വരുന്നു. അടിയാ ഞാനും. നീ പോയി ഇവിടെ ആരുണ്ടാ? കേറിപ്പോടാ അത്. അതറിയപ്പെടാം. ശ്വാസം ഉണ്ടോ നോക്ക്. ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ റമ്മാണെന്ന്. Where are you going? No. This is the go. No, man. No. ഇവിടെ കടക്ക്. വഴിയൊക്കെ പറഞ്ഞു. വേഗം. താമസിയാ നിങ്ങളെ കൊണ്ട് എന്തരാവൂടെ അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ജില്ലാ കമ്മിറ്റി കാണാം. ചേച്ചി അണ്ണ എല്ലാവൻ പറഞ്ഞു. വാസുകുട്ടൻ വരട്ടവൻ അവൻ ഇവിടെ കയറി ശങ്കിയത് അണ്ണൻ നോക്കിക്കോളും. ആര് അവനാ? ഞാനുള്ള പാവം കയറി ഷൈൻ ചെയ്യും. വരട്ടാ. എന്റെ പൊന്നു വാസുട്ടണ്ണ എത്ര നേരമായി ഞാൻ വിളിച്ചിട്ട്. ലേറ്റ് ആയാന്നാ ആ ജോസ് ഇവിടെ മെയിൻ ആയിക്കൊണ്ടിരിക്കും. ചേട്ടാ അനുഗ്രഹിക്കണം. ഞാൻ ആ പെൻഷന്റെ കാര്യമൊക്കെ സംസാരിച്ചിട്ടുണ്ട്. കുടിശ്ശിക എടുത്ത് അടുത്ത മാസം എന്തായാലും കിട്ടും. ഓക്കെ വാസുട്ടനല്ലേ പോയിട്ട് വരാം. ഈ ഗിൽബർട്ട് വാസു ഓ എന്താ കുറുകില് കാക കുറിയാ? ജോസേ നിന്റെ വാഴ കൃഷിയൊക്കെ എങ്ങനെ പോണ്? നല്ലോണം കൊലക്കുന്നുണ്ടാ. ഓ കിളിയോത്തോളം നോക്കണ പുല്ല്. മൂപ്പിലാന്റെ പേരെന്തോന്നു? സുമാരണ. നടു എന്തിനാ? നമ്മളൊക്കെ ഒരു കുടുംബം പോലെ കഴിയുന്ന ആളുകളല്ലേ. എന്ത് പ്രശ്നത്തിലും ആദ്യം വിളിക്കേണ്ടത് ആരെയാ? വാസുട്ടനെ. എന്തിനാ നിങ്ങൾ വെറുതെ ജ്വാസിനൊക്കെ വിളിച്ച് ചുമ്മാ സമയങ്ങളാണ്? അത് പിന്നെ ജോസ് നമ്മൾ അയലൊക്കെ ആവുമ്പോ ഓക്കെ സാറില്ല. എന്ത് പറ്റി പറ കേക്കട്ടെ. ആ നമ്മളെ തങ്കച്ചന്റെ മോനെ അപകടം പറ്റിയിട്ട് ആശുപത്രിയിൽ. ചേച്ചി സുഖം? അല്ല തങ്കച്ചന്റെ മോനെ അപകടം. സാറില്ല പോട്ടെ. ഇനിയിപ്പോ എന്തായാലും വാസുട്ടനെ എത്തിയിട്ടുണ്ട്. ഒന്നും പേടിക്കാനില്ല. എല്ലാ കാര്യം വാസുട്ടൻ നോക്കിക്കോളാം. കേട്ടോ? ചേച്ചിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഈ ജോസ് ഉണ്ട്. അയ്യോ അവൻ കയറി പിടിച്ചണ്ണ. രമേശ നീ വാ. എന്നാ ഞാൻ ഇങ്ങോട്ട് പോവാ. യവനൊക്കെ ഉള്ളയാണ് നോട്ടം. സൂക്ഷിക്കണം. കുറച്ചു കഴിഞ്ഞ് വീട്ടിൽ പോവാം. അയ്യോ അതെന്താ? ഹീസ് ഓക്കെ, വീട്ടിൽ പോവാം. അത് വേണ്ട ഡോക്ടറെ. നമുക്കൊരു 4-5 മണിക്കൂർ പുള്ളി ഇവിടെ ഒബ്സർവേഷനിലിടാം. ഒബ്സർവേഷനോ? അതൊന്നും പറ്റില്ല. അത് ഡോക്ടറെ എന്താ സംഭവം എന്നറിയാമോ? വീട്ടിൽ ഒരുപാട് പ്രാരാബ്ദമുള്ള മനുഷ്യനാ. അപ്പൊ പുള്ളി ഇവിടെ കുറച്ചു നേരം സമാധാനമായിട്ട് കിടന്നോട്ടെ. രാവിലെ ആകുമ്പോ പൊക്കോളും വീട്ടിലോട്ട്. അത് താനല്ല തീരുമാനിക്കുന്നേ, ഞാനാ തീരുമാനിക്കുന്നേ. എടുത്തോണ്ട് പൊക്കോണം. ആ പോകാം. Okay. Hey man, wake up. Baba. Yan apa chow? വിസ്മയ എന്താ അണ്ണാ ഇത് ഗിൽബർട്ട്, ഇത് തങ്കച്ചൻ. രണ്ടില് ആദ്യം ആര് പോകുന്ന അറിയാലണ്ണ. രമേശ
അതെ, ഞാൻ ആ പയ്യനോടൊന്ന് സംസാരിക്കാൻ പോവാ. ഏത് പയ്യൻ? എടേ, മറ്റേ വെളുത്തിട്ട് മത്തക്കണ്ണൻ. എന്തിന്? അവനിലൂടെ ഗിൽബറിനെ കുറിച്ച് അറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നൈസായിട്ട് ആശുപത്രിയിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സെറ്റപ്പ് ആക്കാം. അതെ, നീ ഒരു കാര്യം ചെയ്യും. കുറച്ച് ആളുകളല്ലേ, വണ്ടി വേണ്ടി വരും. നീ മറ്റേ ആ പൊട്ടനല്ല അപ്പ ഹാജ, അയാളെ വിളിച്ച് ബാക്കി കാര്യം സെറ്റ് ചെയ്യാം. പയ്യൻ എന്നെ നിന്നെ തന്നെ. എടാ നീ ആ തിരുവനന്തപുരത്തോട് വിളിച്ചാണ്. അപ്പൊ അതും പൊളിഞ്ഞ്. എന്തിനാ? എടാ നീ ആ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ആ ഗിൽബർട്ട് ഉണ്ടോ ചോര്. എന്താ? എടാ പച്ചപ്പൂച്ചാണ്ടി, നീ ആ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ആ ചെക്കൻ എങ്ങോട്ടോ ചോര്. മനസ്സിലായില്ല. ഹോസ്പിറ്റലിൽ വിളിക്കടാ. നമ്പറില്ല. മതി. കൊണ്ടുപോടി. സഹൃദരായ നാട്ടുകാരെ, നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ യൂത്ത് വിങ്ങിന്റെ സജീവ പ്രവർത്തകനും മുന്നണി പോരാളിയുമായ ഗിൽബർട്ടിന്റെ അത്യാഹിത നിലയെ തുടർന്നാണ്. ഒരുപക്ഷെ നമ്മുടെ പാർട്ടിക്ക് ഒരു രക്തസാക്ഷിയെ കിട്ടിയേക്കാം. പക്ഷെ അതല്ല, നമുക്ക് ഗിൽബർട്ടിനെ സഹായിക്കാൻ ഒരു അവസരം കൂടി ലഭിച്ചിരിക്കാം. നിങ്ങളുടെ പ്രിയങ്കരനായ യൂത്ത് വിംഗ് പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ നിങ്ങളുടെ അഭ്യർത്ഥിക്കാൻ ആജ്ഞാപിക്കുകയാണ്. നിങ്ങൾ ആരുടെയെങ്കിലും പക്കൽ തിരുവനന്തപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യൂ. ഒരു ജീവൻ രക്ഷിക്കൂ. പിന്നെ നാട്ടുകാരൊക്കെ ആശുപത്രിയിലെ നമ്പറും കൊണ്ട് ഇറക്കി ആരെങ്കിലും ഒന്ന് കൊടുക്കൂ. അണ്ണൻ ചോദിച്ചല്ലേ? ഇപ്പൊ കിട്ടും. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയടേ. നമ്പർ അല്ലേ, നിങ്ങളുടെ മൊബൈലൊക്കെ നോക്കൂ, ഉണ്ടാവും. പ്ലീസ് ആരെങ്കിലും. എന്തേലുണ്ട്. എന്തിന്റെ പേര് പുഷ്കരൻ. ഞാൻ തന്നെ. നമ്പർ ഉണ്ടല്ലോ അല്ലേ? ഞാൻ അവിടുത്തെ മെയിൻ അറ്റൻഡർ അല്ലേ? അറ്റൻഡർ പുഷ്കരൻ. നിനക്കിന്ന് പോണ്ടായിരുന്നാടേ പുഷ്കര? ഞാൻ 2 ദിവസം ലീവ് എടുത്തണ്ണ. ഇങ്ങോട്ട് നീങ്ങിയാണ്. ഇതൊക്കെ എന്റെ ആദ്യം ചോദിക്കണ്ടേ? ചുമ്മാ വാഴ വെച്ചിടന്നാ പോരാ. ഒരു അറ്റൻഡറിന് സമൂഹത്തിലെ വില മനസ്സിലാക്കിയ പുഷ്കരൻ താങ്കൾ ഈ നാടൊരു മാതൃകയായിരിക്കും. മതി. നമ്പർ എടുത്തോ. അത് വേണ്ട. ലൗഡ് സ്പീക്കർ തന്നെ. തന്നെ പിന്നല്ല. സോമാ, എടാ നീ ആശുപത്രിയിലാണോ? എടാ ആശുപത്രിയിലേ ഗിൽബർട്ട് എന്ന് പറഞ്ഞ ആരെങ്കിലും ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുവന്നു നോക്കിയാണ്. ഗിൽബർട്ട്. പെട്ടെന്ന് നോക്ക്. സോമൻ നമ്മളെ പയ്യനാണ്. നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമാണ്. ഗിൽബർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി. ഗിൽബർട്ടിന് വേണ്ടി അല്ല നടക്കുവോ? ചുമ്മാ പിന്നല്ലാതെ പറയട്ട്. നോക്കാൻ പോയാ വരുമോ? പറയണേ. ഗിൽബർട്ട് ഇല്ലേ? നീ ഒന്നുകൂടെ നോക്കണേ. അണ്ണ ഇല്ലെന്നാണ് പറയണത്. മനസ്സിലായടാ പട്ടി. അവിടെ ഇല്ലെങ്കിൽ അങ്ങനെ അവിടെ ആരും ഇല്ലേ? ഇങ്ങോട്ട് മാറട കഷണ്ടി. ആരുടെ ആശുപത്രി എന്ന് പറഞ്ഞേ? നിന്റെ അമ്മൂമ്മയാ? അല്ല കുഞ്ഞമ്മ. നിന്റെ വെളുത്ത മോന്തയത് ചോപ്പിക്കും. കണ്ടറിയും ഫ്രോഡാണ്. അലവലാതി. സ്ലിപ്പിൽ നിൽക്കുമ്പോൾ ക്യാച്ച് പാഴാക്കില്ല എന്ന് ഉറപ്പാക്കേണ്ടത് എന്റെ കടമയാണ്. അല്ലെങ്കിൽ എന്റെ ടീമിന് മുഴുവൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. നിങ്ങളും ശ്രദ്ധാലുവായിരിക്കൂ. പുക വലിക്കുകയോ പുകയില ചവയ്ക്കുകയോ ചെയ്ത് ആരോഗ്യം പാഴാക്കരുത്. നിങ്ങളുടെ ജീവിതം തന്നെ വിലയായി നൽകേണ്ടി വരും. സ്മാർട്ട് ആകൂ. പുകയിലെ അകറ്റി നിർത്തൂ. ഒരു കായികതാരം എന്ന നിലയിൽ എല്ലാ ഇന്ത്യക്കാരും ആരോഗ്യത്തോടെ ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പുകയില ആരോഗ്യത്തിന് ദോഷകരമാണ്. പുകയിലയുടെ ഏത് തരത്തിലുള്ള ഉപയോഗവും അപകടകരവും മാരകവുമാണ്. ആരോഗ്യമുള്ള ജീവിതം വേണമെങ്കിൽ പുകയില ഒഴിവാക്കൂ. ഞാൻ പുകയില ഉപയോഗിക്കുന്നില്ല, നിങ്ങളും ഉപയോഗിക്കാതിരിക്കൂ. പുകയിലേക്കെതിരെ നമുക്കൊരു വൻമതിൽ പണിയാം.
ഇവനെ നമുക്ക് അങ്ങ് ഇമ്പീച്ച് ചെയ്താലോ? ചുമ്മാരേ യവനെ ഞാനിന്നും പാലിച്ച് കീറും. അവനെ വലിച്ച് കീറല്ലേ ആശുപത്രി നീ ഫോൺ ഇട്, ലൗഡ് സ്പീക്കർ ഇട്. ഹലോ ഹലോ സോമ പറയടേ. നീ നേരത്തെ പറഞ്ഞ പയ്യന്റെ പേര് എന്തോന്ന്? ഗിൽബർട്ട്. ഗിൽബർട്ട് അല്ലേ? ഓ ഗിൽബർട്ട് ടീ ആണ്. അവന്റെ അച്ഛന്റെ പേര് തങ്കച്ചനല്ലേ? അപ്പൊ താ താലടാ ടീ ഗിൽബർട്ട് താ ടീ ടീ എന്നാ ഗിൽബർട്ട് ടീ. ഗിൽബർട്ട് ടീ അപ്പൊ ഇവിടെ ഉണ്ടേ. എന്ത് പറ്റിയടേ? ആക്സിഡന്റ് കേസാണ്ടേ, ഐസിയുലാണ് തന്നെ. ഇപ്പൊ എങ്ങനെയുണ്ടേ? കുറച്ച് സീരിയസ് ആണ്ടേ. അയ്യോ കൈവിട്ട കേസ് എന്നാണ് പറയണത്. തന്നെ. പിന്നെ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു. ഇനിയിപ്പൊ എല്ലാം ദൈവത്തിന്റെ കയ്യിലേ. ഇവനെന്ത് പറ്റി? ഹലോ എടാ ഞാൻ വയ്ക്കാണ് കേട്ടോ, ഞാൻ പോണ്. അണ്ണാ ഐസിയിലെന്ന് ജോസേ ഇനി എന്തിനു ചെയ്യും? അണ്ണാ ഓ സുനി നീ 19 കസേര റെഡിയാക്കണം. കൂട്ടിന് പൈലറ്റുകൾ വിളിച്ചോ. അപ്പോ രമേശ നീ പോകുന്ന വഴി എല്ലാ വീട്ടുകാരെ ഏൽപ്പിച്ച് സമ്പാദിച്ചോളാം. കാറിലായിരിക്കും നമ്മൾ മാത്രമല്ലോ. അന്ന് നിനക്കറിയാലോ പൈസ ഇല്ല. പൈസയുടെ എന്ത് ആവശ്യമുണ്ടെങ്കിലും ദേ ഇവിടെ ആ പച്ച ടീഷർട്ട് അവിടെ വാങ്ങിച്ചത്. എല്ലാം നല്ല പുസ്കനിരിക്കണം. പോയി പോയി പോടാ. വിശേഷം എന്തൊക്കെയുണ്ട് വിശേഷം? വിളിച്ചു വാസുട്ടാ തണുപ്പത്ത് പുറത്ത് നിൽക്കണേ. നടുവൊക്കെ ഒരു കുഴപ്പമില്ല. വാസു ഉണ്ടല്ലേ? എന്ത് ഇതൊരു ചാക്കടക്കാൻ പോണ വീടാണ്. കേറി പോയി. അത് പിന്നെ എല്ലാം കൂടി അത് എന്റെ നെഞ്ചത്ത് എന്താണ് നോക്കിക്കൊണ്ടിരിക്കണ? പൊടി അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തു? പിന്നെ മന്ത്രിയുടെ കാര്യം എന്തേ? അയാളില്ലേ? എന്താണ് തോരണ വലിച്ചു കേട്ടോ അങ്ങോട്ട്? അല്ല MLA യുടെ കാര്യം അപ്പൊ അജയ് ആ കസേര എടുക്കാണെങ്കിൽ ഒന്ന് സഹായിക്കണം. പിന്നെ ആര്? പിയെയാ? ഈ ഒരു കാര്യം ചെയ്യും. നീ അയാളോട് ആശുപത്രിയിലേക്ക് വരാൻ പറ. ഞങ്ങളെല്ലാരും കൂടെ അങ്ങോട്ട് പോവാൻ പോവാ. പിന്നെ നമ്മളെ കുറിച്ച് ഒന്ന് പൊക്കി അടിക്കണേ. ശരി ശരി ശരി. എന്നാടിയത്? ഇയാളെതിന്റെ പരിസരത്ത് മാറി നിൽക്കൂലേ? ഫുൾ ടൈം ഇവിടെ തന്നെയാണല്ലോ. ഇപ്പൊ ഈ ജീപ്പിന് തീ പിടിച്ചൊന്ന് വിചാരിക്കും. ഇവൻ ഇതിനകത്ത് കിടന്ന് വെന്ത് ചാവും. എന്നാലും അവൻ പുറത്തിറങ്ങൂല. ഊണും ഉറക്കം ഒക്കെ ഇതിനകത്താ. ഭീകരനാണല്ലോ. അപ്പൊ ഈ കുളിയും തൂറിലും പിടിക്കലൊക്കെ അതിവിടെ അണ്ണാ കസേര. ഓ നീ തന്നെ വെച്ചോ. അവന്റെ വീട്ടിൽ കൊണ്ട് കേട്ടാ പറയാം. നിങ്ങളുടെ വായിൽ എന്താ പഴോ? ചോദിക്കാൻ മനുഷ്യ ചോദിക്കാൻ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ എല്ലാമാരും കയറി വന്നപ്പോ ഞാൻ കട്ടൻ ചായ കൊടുക്കാനൊന്നും പറഞ്ഞില്ല. ഓ അപ്പൊ കട്ടൻ ചായ കൊടുത്താണ് പ്രശ്നം. വീട്ടിൽ വന്ന് കയറിയവരോട് കുറച്ച് മാന്യത കാണിച്ചത്. എന്റെ ബന്ധുക്കൊന്നും നീ കൊടുക്കൂല. എപ്പൊ കൊടുക്കാതിരുന്നു? ഇപ്പൊ എങ്ങനെയാണോ പറയണേ? എന്തോന്നല്ലേ അവിടെ നോക്കണത്? എനിക്ക് നോക്കാൻ പാടില്ലേ? പേടിയാണോ നിങ്ങക്ക്? ചോദിക്ക മനുഷ്യ. സുനി കേട്ടോ കിട്ടി. പോവാന്ന് അവിടെ ഇത് തന്നെ ചോട എനിക്കറിയാം. എന്തോന്നാടേ കേറി കേട്ടോ അങ്ങോട്ട്? എന്താണോ നെല്ല് പോസ്റ്റർ അടിച്ചാ? പോസ്റ്ററാ എന്താ? നിനക്ക് പോസ്റ്റർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നീ ലൈറ്റ് ഓടോ. എന്നിട്ട് കാര്യം ചെയ്യും. ഗിൽബർട്ടിന്റെ വീട്ടിൽ പോയിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒപ്പിക്കണം. എന്നിട്ട് 1000 പോസ്റ്റർ അടിക്കണം കേട്ടാ. കുറയ്ക്കണ്ട. പൈസ വേണ്ട അവന്റെ. കിട്ടും. അല്ലേ വേണ്ട. അണ്ണന്റെ അടുത്ത് വരും. അണ്ണൻ തരും. അല്ലേ വേണ്ട. ചേച്ചിയുടെ അടുത്ത് വെച്ചാ ചോദിക്കുന്നുണ്ടോ? നീ ചോദിക്കും. ഞാൻ ചോദിക്കേണ്ട സമയമാകുമ്പോ ഞാൻ ചോദിച്ചോളാം. മനസ്സിലായി? അപ്പൊ എനിക്കൊരു വിലയില്ല അല്ലേ? അറിയാം. എന്റെ അച്ഛനോടോ ഇങ്ങനെ
മനുഷ്യ ഇപ്പഴെങ്കിലും ചോദിക്കാം. ജോസേ എന്തിനാ സെറ്റപ്പ് എങ്ങനെ കൊള്ളാമോ? സെറ്റപ്പ് ഒക്കെ കൊള്ളാം. ആ ചെറുക്കന്റെ പ്രേതം വരുമെങ്കിലും ആ തങ്കച്ചന്റെ വീട്ടിൽ കൊണ്ട് അടക്കൂടെ? എന്താടാ ജോസേ? താനെന്തൊരു മനുഷ്യനാണ് മനുഷ്യ. ഇങ്ങോട്ട് തനി കണ്ണിച്ചോരുണ്ടോ? ഞാൻ എന്തൊരു പറഞ്ഞു? എടോ പട്ടാളം, തനിക്കറിയത്തില്ല. ഞങ്ങൾ ഈ നാട്ടുകാരെല്ലാം ഒരമ്മ പറ്റുന്ന പോലെ ആണോ, ഒരമ്മ പറ്റുന്ന പോലെ. സംശയമുണ്ടേ ചോദിച്ചു ചേച്ചിയുടെ അല്ലേ ചേച്ചി? എന്തോന്ന് പതുക്കെ? ഇയാൾക്കൊന്നും പറഞ്ഞ മനസ്സിലാവത്തില്ല. കാരണം ഇയാൾ വരുത്തനാണ്, വരുത്തൻ. എടോ ഉണ്ടക്കണ്ണാ, എനിക്കൊരു അവസരം ഉണ്ടായിരുന്നേ ഉണ്ടല്ലോ, ഞാൻ ആ ചെറുക്കന്റെ പ്രയത്തിനെ എന്റെ വീട്ടിൽ അടക്കൂടോ, എന്റെ വീട്ടിൽ അടക്കൂടോ. ഇങ്ങനെ മീശ വളച്ചു വെച്ചാൽ പട്ടാളക്കാരനാവത്തില്ല. സ്നേഹം വേണം, സ്നേഹം. കേട്ടോ? ഇതാണോടോ തന്റെ ദേശാഭിമാനി? ജോസേ മതി, അത്ര മതി, അത്ര മതി. എന്നാ കാണിച്ചു മാറി അങ്ങോട്ട്. അല്ലേ നീ അങ്ങോട്ട്. എന്നെ രക്ഷിക്കത്തിനാണോ വന്നത്? തോന്നുന്നു. രാഹുൽ വെറുത്തുമിണ്ടായിരിക്കാം. എനിക്ക് മൂത്രമൊഴിക്കണം. I want to pee, man. Man, old man. Shut up. Rahul, വണ്ടി നിർത്ത്. I want to pee. Rahul, വണ്ടി നിർത്താൻ. I want to pee. I want to pee. നിർത്ത്, നിർത്ത്, നിർത്ത്. Stop it. Old man, get down. ഇറങ്ങി പോടാ. ഇറങ്ങി പോടാ. പിന്നെയും വലിഞ്ഞു കയറാണോ? നടക്കാവുന്ന ദൂരമല്ലേ ഉള്ളൂ അമ്മാവ. ആരാ? സബാഷ് സുഭാഷ്. This man. അതെ, അവിടെ എന്തോ പരിപാടി? കല്യാണം വല്ലതും ആണോ? ശരിയാണല്ലോ, പന്തല കിട്ടിയിട്ടുണ്ടല്ലോ. കല്യാണമായിരിക്കും. ഉറപ്പാണോ? ഹോസ്പിറ്റലിൽ പോയിട്ടേ കല്യാണം കാണുമെന്നാണ് ഞാൻ അറിഞ്ഞത്. കല്യാണ വീര ഇത്ര പെട്ടെന്ന് കഴിഞ്ഞാ? ഹലോ ഹലോ ചേച്ചി, ഞാനാ സുഭാഷ്. ഓവർ. ഓവറോ? എന്തോ ഇന്ന് പറയട തടിയ ചേച്ചി, ഇവിടെ മൊത്തം പ്രശ്നമാ. ഉണ്ണിച്ചാരൻ ഇവിടെ ഏതോ ഒരു പെണ്ണുമായിട്ട് അവിഹിതം. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. കേക്ക് ചേച്ചി. എന്നിട്ട് അവിഹിതം നാട്ടുകാർ പൊക്കി. ഇതറിഞ്ഞ പെണ്ണിന്റെ തന്ത ബോധം കെട്ട് വീണ്. പെണ്ണിന്റെ തന്തയെ നാട്ടുകാർ ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. നാട്ടുകാർ വയലന്റാ. ഉണ്ണിച്ചെന്നെ ഇവിടെ പിടിച്ച് കെട്ടിയിട്ടേക്കുക. ഇവിടെ വെച്ച് കല്യാണം നടത്താൻ അവരുടെ പ്ലാൻ. അയ്യോ, ഞാൻ അങ്ങോട്ട് വരാ. അയ്യോ ചേച്ചി, തൽക്കാലം ഞാനിവിടെ ഉണ്ടല്ലോ. ചേച്ചി ഇങ്ങോട്ട് വരണ്ട, ഹോസ്പിറ്റലിലോട്ട് വന്നാൽ മതി. അങ്ങോട്ട് പോകുമ്പോ ഞാൻ പറയാം. ശരി. പിന്നെ സുഭാഷേ, നീ പറയണ സത്യമാണല്ലോ അല്ലേ? ഓഹോ, കാര്യം ചേച്ചി വല്യമ്മയുടെ മുളകെ തന്നെ.
നീ അതിന് എസ് ആയില്ലല്ലോ. എസ് ഐ ടെസ്റ്റ് ഞാൻ പുല്ലുപോലെ എഴുതി എടുക്കൂലേ, പിന്നെ ഫിസിക്കൽ അതൊരു കടമ്പയില്ല. ഓ മൈ ഗോഡ്, ആരോ വാച്ച് ചെയ്യുന്നു. ഇതെന്തോന്നില്ല, ഒന്ന് പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇതെന്തോന്ന് ഉത്സവ പറമ്പോ. അളിയാ, ഇവിടെ എല്ലാവർക്കും ഭ്രാന്താടാ. എവിടെയാടേ വെട്ടോട്രഷ്യാ എന്നോ വന്നേ? എടാ ഗ്യാസ് ഊരി കയറ്റാൻ വേണ്ടിയുള്ള കോപ്പയെ ആളിൽ കയറ്റാൻ വേണ്ടിയാണ്. നീ ഒന്ന് മണ്ടനാടാ. ആ അറേഞ്ച് ചെയ്യ്, നല്ല വണ്ടി അറേഞ്ച് ചെയ്യ്. ആ എന്ത് കോപ്പനാണ് ബ്രോ? എന്തോ? Are you the party organizer? Are you the party organizer? Party. Decorations ഇത് പോരാ. Do you have any serial lights? ഒപ്പിക്കാം. Put it through there, okay? And do you have any small banana plants, huh? Yeah. Put 2 of them on the front gate, okay? And that will be enough. And you know that Chandanginte nuts? Yeah. Put 2 of them, okay? That will be enough. Do you have any cash? Do you need any cash? Cash, panam. കിട്ടിയാ കൊള്ളാം. $500. Keep the change and do well, okay? തീർച്ചയായും. സദ്യക്ക് ബോളി കാണുമോ എന്തോ? ഒട്ടനാണെങ്കിൽ കാശുണ്ട് കേട്ടോ. നീ ആ ഫോൺ എടുത്ത് സരസ്വനെ ഒന്ന് വിളി. പോണ്ട് സ്വിച്ച് ഓഫ് ആയി. ഒന്നാലും ഞാൻ പറയടാ ചൂലേ, പറഞ്ഞാ പോരാ. വികാരം വരണം, മുഖത്ത് വികാരം വരണം. മുഖത്ത് മാത്രം പോരടാ, ദേഹം മുഴുവൻ വരണോടാ. പൂടെ വരെ വരണോടാ. കൊറേണ്ടല്ലേ മുഖത്ത് വികാരം കണ്ടിട്ടില്ല. എവിടെ പോയി നീ പോടാ ഉജാലത്തേണ്ടി മറ്റോണ്ട കാവരിക്ക് പട്ടി. എന്താ കാണിക്കണേ? ഇതൊക്കെ പൊളിച്ചിടുവോ? അണ്ണാ അവൻ പറഞ്ഞ ലാലട്ട തടിയനാണെന്നാ. ഇവൻ പറഞ്ഞ മമ്മൂക്കിക്ക് ഡാൻസ് കളിക്കാറില്ല. എന്താടാ ഇത്? ഈ നേരത്തെ വേണോ ഇതൊക്കെ? അണ്ണ ഒന്നും സംസാരിക്കുന്നത് യാതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എവിടെ നീട്ടിയതിനെയൊക്കെ പിന്നെ തന്നടേ, എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ ഒരു വരുത്തനാണല്ലോ അല്ലേ? നമ്മളില്ലേ? അല്ലെങ്കിൽ അവസാനം നീ എല്ലാത്തിനെയും വാരി തൂക്കി വണ്ടി കേട്ടേ പോടേ കേറേ. സുനി വേഗം എല്ലാവർക്കും വേണ്ടിയുള്ള യാത്രാ സൗകര്യങ്ങൾ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേക അറിയിപ്പ്, വിലാപയാത്രയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അതാത് വണ്ടികൾ തിരിച്ചു വരേണ്ടതാണ്. ശുഭയാത്ര. അമ്മാവാ ഡയറികളെ തുമ്മിച്ചോണ്ടിരിക്കാതെ ക്യാരി പോയി ആഴ്ചയിലോട്ട് പോയി കൊണ്ട് പോടാ സുനി. ചേച്ചി എണീരി ചേച്ചി കരഞ്ഞോണ്ടിരിക്കാതെ പോയി. സുനി ഇവരെയും കൂടെ കൊണ്ടുപോടേ. അല്ല നിനക്കെന്തരാണോ ഇനി? അയ്യോ പോണ്ടേ? നിന്റെ കോപ്പാരിപ്പ് ഇറങ്ങി പോടാ. ഓടി തളിക്കോ കാലമാണ്. നീ ലൈറ്റ് അടിച്ച് കിടന്നോ. ഞാൻ എന്തായാലും പോയിട്ട് വരുമ്പോ നേരം വെളുക്കും. 2 കുറ്റിയിട്ട് കിടന്നോ. എല്ലാവരും ഇവരൊക്കെ ആരെ കാണാനോടെ കയറി പോകുന്നത്? ആർക്കറിയാം. എല്ലാരും കൂടി മുകളിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ല. ഞങ്ങൾ കുറച്ചുപേര് മുകളിൽ പോയി വിവരങ്ങൾ ഡീറ്റെയിൽ അറിയിക്കാം. നിങ്ങൾ അതുവരെ ക്ഷമയോടെ കാത്തിരിക്കും. നന്ദി. നീ വലിയ കൊണാണ്ടർ കളിക്കണ്ട. എല്ലാരും വന്നിട്ട് പോയാ ചേട്ടാ കേറി വരി. അതുകൊണ്ട് നീ ചേച്ചിയെ പിടിച്ചോ.
എനിക്ക് പ്രാർത്ഥിക്കാൻ തീർക്കമായി. എവിടെ പോടി? സുമാരണ നടുവേനുണ്ട്. ഇടപാട് തീർന്നു. ഒരു കുറവില്ലല്ലേ? ചുമ്മാ അതല്ല. എന്തോന്നേ ഇന്നലെ കേട്ടോ വാ. അയ്യോ അല്ലേ അണ്ണാ? അവിടെ നൈസ്. വാ വാ വാ. ഇരിക്കണില്ലേ? ഓ, അത് ഗിൽബർട്ടിന് വേണ്ടപ്പെട്ടവരല്ലോ ആണ്. കണ്ടിട്ട് ഗിൽബർട്ടിന് നാട്ടിലൊക്കെ അത്യാവശ്യം നല്ല പേരാണെന്ന് തോന്നുന്നത്. ഓ പാവല്ലേ? പാവം. വാ. അതെ ഒറ്റ ഇവിടെ ഇരുന്ന് ഉറങ്ങിപ്പോരുത്. കട്ടൻ ചായ വാങ്ങി തരാം കേട്ടാ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരിയാവും. എന്തിനു പറഞ്ഞു? ഞാൻ അങ്ങോട്ടിരിക്കും. വന്നേ. എന്താ വാ. എന്താ? അതെ, നമുക്കേ ആരും കാണാതെ അങ്ങ് വിടാം. അവര് വീട്ടിൽ വന്ന് പൊക്കും. പിന്നെന്തോ? ഏതാടേ കൂതറ? എനിക്കറിയൂ. ആരെങ്കിലും ആട്ടെ, നീ വേവാ. നീ എന്താ ഇവിടെ? നിനക്ക് എന്ത് പറ്റി? ഞാൻ വിളിച്ച് പറഞ്ഞതല്ലേ വയറിന് സുഖമില്ലെന്ന്. അപ്പൊ വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ കണ്ടോ? അല്ല, രാഹുൽ എന്താ ഇവിടെ? അത് പിന്നെ അച്ഛൻ പറഞ്ഞിട്ട് വന്നതല്ലേ? അച്ഛൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞില്ല. മോക്കെ വയറ് നല്ല സുഖമില്ല. മോക്കെ ഗ്യാസിന്റെ മോർണിംഗ് വന്നേ. എങ്ങനെയുണ്ട്? ഷോപ്പിങ്ങിന് പോയില്ലായിരുന്നോ? ഒരു ശനിയാഴ്ച പോയിരുന്നു. ഞാനും പോയി. ഷോപ്പിങ്ങിന് തന്നെയാണോ പോയത്? അങ്കിള്, എന്റെ അച്ഛനാണ് സത്യം. ഷോപ്പിങ്ങിന് തന്നെയാണ് പോയത്. ഇല്ലെങ്കിൽ സംശയമുണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്. ഞാൻ കാണിച്ചുതരാം. 5 അടിപ്പാവടെ ഒരു ബ്ലൗസ്. ഞാനല്ല മഞ്ചേ, എനിക്ക് ഓർമ്മയുണ്ട്. ചുമ്മാ അടിപ്പാവയുടെ കാര്യം. ഇവിടെ ICUല് ഒരു കാര്യമായിട്ട്. അവിടെ എന്താ വിശേഷം? ആ വിശേഷത്തെ പറ്റി എനിക്കും ഒരു പൂർണ്ണ ഐഡിയ കിട്ടിയിട്ടില്ല. അച്ഛൻ കുറച്ച് സമയം തരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ വിശേഷവും ഞാൻ ഒന്ന് പറയാം. എന്നാ ഞാനൊന്ന് അങ്ങോട്ട് പോട്ടെ. മോളെ സമാധാനമായിട്ട് ശ്രദ്ധിച്ചോ. ഞാൻ വന്നോളാം. പോട്ടെ അച്ഛാ. എന്തോ ഉണ്ടല്ലോ. ICUവിന് മുമ്പിൽ ആ ഗ്രാമം മുഴുവൻ തടിച്ചുകൂടി. സുഭാഷ്, എന്തായിരിക്കും ഉദ്ദേശം? ഹായ് ബ്രോ. അതെ, എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട് കേട്ടാ. അപ്പോഴേ ഇവിടെ തിന്നാൻ വല്ലതും കിട്ടോ? ലൈക് പിസ്സ ഓർ ബർഗർ? ഞാൻ ഈ നാട്ടുകാരനല്ലേ. പിന്നെ ഞാൻ കുറച്ച് വടക്കുന്ന. ഗൈ ഫ്രം ദ വെസ്റ്റ്. അപ്പൊ കല്യാണത്തിന് കാണാമേ. എന്താ രമേശ? ഞങ്ങളുടെ MLA PA വരുന്നു. വലിയ ആളാ.
നമുക്കൊന്നും ഇങ്ങനെ വരാൻ ആരില്ലടി. ഞാൻ ജോസിന്റെ കൂടെ ഇങ്ങനെ നടന്ന വീടിയാടി. ഓ വീടി പറ്റാതായി. ഇതിപ്പോഴെങ്ങനെ തീരുവടി? എന്ത് ഉറക്കം വരുന്ന? ഇല്ല, നല്ല രസമുണ്ട്. രസമൊക്കെ ഉണ്ടാവും. PSR വേണ്ട. PSR അത് കൊള്ളാം. ഇല്ലേ, ഞാനും പറഞ്ഞു. ഹലോ മണിയപ്പൂപ്പ, കേക്കാമോ? ആ ചെറുക്കൻ ചത്തില്ലെന്ന് എന്തരി പറയാ? ജോസേട്ടാ, ആ ജോസേട്ടാ, വാ അയ്യോ ജോസേട്ടാ. സാറേ സമയായി വരണം സാർ. അല്ല ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് വരണം പറഞ്ഞോട്ടെ. സാർ, വരൂ. എടാ സുനി, ഞാൻ കണ്ടടാ ഗിൽബർട്ടിനെ. ഗിൽബർട്ടാ? തങ്കച്ചെണ്ണയുടെ അങ്ങേരെ മുകിൽ കൊട്ടുന്ന ആത്മാവട്ടോടൊന്ന് സത്യം. ഷൂസും ജീൻസും ഷർട്ടൊക്കെ ഇട്ട് നല്ല അടിപൊളി ആത്മാവ്. പുകയൊക്കെ ഇട്ട് വെളുവളാന്ന്. എവിടെയാണ്? ദോണ്ട അവിടെ. എവിടെയാണ്? കാണില്ലല്ലോ. സത്യം, എന്നെ വിശ്വസിക്കും. ഞാൻ കണ്ടടാ. കല്ല് വെച്ച പുളു എന്നെ ഒന്ന് തള്ളടേ. ആത്മാക്കളെ കാണാൻ ഇയാളാര് കടമറ്റത്ത് കത്തനാരോ? എടാ സുനി, 6 മാസം മുമ്പ് എന്നെ വല്യമ്മച്ചി ചത്തുപോയില്ലേ? കത്രീന. അവരുടെ ആത്മാവിനെ ഇതിനേക്കാൾ വണ്ണത്തിലും പൊക്കത്തിലും കണ്ടു. എന്റെ പൊന്നെ, ഇത് കല്ല് വെച്ച നോണയാണ്. ഗിൽബർട്ട് ഇപ്പോഴും ICUലാണ്. ഗിൽബർട്ട് മരിച്ചിട്ടില്ല. മരിക്കാത്ത ഗിൽബർട്ട് ആത്മാവുണ്ടോ? ഇല്ലാത്ത ആത്മാവിനെ ആരെങ്കിലും കാണും. ആത്മാവിനെ കാണണമെങ്കിൽ മനസ്സ് തന്നായിരിക്കണം. അല്ല നിങ്ങൾ തന്നെ പറ, ഈ രാഷ്ട്രീയക്കാർക്ക് എവിടുന്നാണ് നല്ല മനസ്സ്? രാഷ്ട്രീയക്കാരൻ മനസ്സെന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. പോയി നോക്കണം. പോയി നോക്കണം. ഞാൻ നോക്കും. അവൻ പോയ ആത്മാവ് പോയിട്ട് ആറ്റം കൂടുതലും കാണൂല. കാണും. ദേവി കാണണേ. പിന്നെ ഞാനേ കണ്ടോളൂ. ഞാൻ മാത്രമേ കണ്ടോളൂ. സുനി, അവൻ കാണും. അണ്ണൻ കാണും. അണ്ണൻ കണ്ട്. ഞാൻ പോടാ, ഞാൻ പോവും. അല്ല മോനെ ഗിൽബർട്ടേ, മോന്റെ വാസൂട്ടനാടാ. ചനക്കടിക്കരുത്. ചനപ്പാവല്ലേ. രമേശൻ തൊണ്ടായിരുന്നല്ലേ ഏട്ടൻ. ഗിൽബർട്ട് മോനെ ഒളിച്ചിക്ക. ദൈവമേ, താഴെ കാണണ്ട. ഇല്ല, ഭാഗ്യം. ഈ ജ്യൂസിനെ കൊണ്ട് ദൈവമേ, അവിടെ എന്താ? ഓ, കണ്ടണ്ണ ലക്ഷം പിന്നാലെ. എന്റെ പൊന്നണ്ണന്മാരെ, ഞാൻ കണ്ട്. നമ്മുടെ ഗിൽബർട്ട് മോനെ ഞാൻ കണ്ട്. അവൻ എനിക്കിവിടെ കാത്തു നിൽക്കായിരുന്നു. എന്നെ കണ്ടപാടെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഒറ്റ പൊട്ടിക്കരിച്ചില്ല. എന്നിട്ട് പറയാ, വസണ്ണ നിങ്ങളിത് എവിടെയായിരുന്നു? നിങ്ങൾ വേണം ഈ വിവരം എന്റെ കാരണവരെ അറിയിക്കാൻ. എന്നിട്ട് പറയാ, വസണ്ണ നമ്മുടെ നാട്ടിൽ വീർക്കുന്ന യുവജനങ്ങളുടെ കണ്ണീരൊപ്പാൻ വസണ്ണ മാത്രമുള്ളൂ.
ഇത് പറഞ്ഞുകൊണ്ട് ഒറ്റ പോക്ക മുകളിലേക്ക് ചാറ്റയൊക്കെ തന്ന് സഹിച്ചില്ല അണ്ണന്മാരെ, സഹിച്ചില്ല. എന്തൊരഭിനയം. കെട്ടിപ്പിടിച്ചില്ല അല്ലേ താനീ രമേശ്? ഇപ്പൊ എന്തിനടാ പറഞ്ഞിട്ട് പോയത്? അണ്ണൻ കണ്ടെന്ന് പറഞ്ഞത് ഉള്ള തന്നെ. ഓടാ സത്യം, അണ്ണൻ കോപ്പുണ്ട്. ഇതാ 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 ഗിൽബർട്ടിലൂടെ ദൈവം അത്ഭുതം കാണിച്ചിരിക്കുന്നു. ഗിൽബർട്ടിലൂടെ ദൈവം അത്ഭുതം കാണിച്ചിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഉറക്കെ ഇരു കൈകളും കൊണ്ട് ആമേൻ. എന്റെ വീട് മുതൽ ഞാൻ നിന്നെ വാങ്ങി വെച്ചേക്കെ. ഇനി ഇവിടെ കിടന്ന് വാർന്നുണ്ടല്ലോ കെട്ടിക്കളഞ്ഞ Praise the Lord. Ghost. മോളെ അയ്യോ ഓ ഇത് ഇതുവരെയ്ക്കും കഴിഞ്ഞില്ലേ? ഇതിപ്പോ കഴിയും. മോളെ പെട്ടെന്ന് വിട്ടെ. സിസ്റ്റർ, അവിടെ ഐസിയുടെ മുമ്പില് എന്താ ഒരു ആൾക്കൂട്ടം? ഒരുത്തനെ വണ്ടി അടിച്ചുകൊണ്ടെന്നാ അവന്റെ ആൾക്കാരാ, ഭയങ്കര ശല്യം. ആക്സിഡന്റ്? അയ്യോ മോളെ ശരിയായിട്ടില്ലേ? ശരിയായിട്ടുണ്ട്. കൊള്ളൂല്ലേ? ആ കൊള്ളു. അണ്ണൻ വരുമ്പോ കൊള്ളു കേട്ടാ. ഫ്ലെക്സ് കിട്ടിയാ? എല്ലാം ഭംഗിയായിട്ടില്ലേ? പുറത്തിന് വെക്കാനുള്ളതാണ്. എല്ലാം സെറ്റ് ആക്കണം. ഞാനൊന്ന് കാണട്ടെ. വേണ്ടണ കാണിക്കടാ. വേണ്ടണ രമേശ് ഒന്ന് കാണിക്കടാ. വേണ്ട ഇങ്ങോട്ട് കാണിക്ക രമേശ. ആദരാഞ്ജലികൾ വാസുദേവൻ, അഭിവാദ്യങ്ങളോട്. ഞാൻ പറഞ്ഞതല്ലേ അണ്ണാ, കാണണ്ട. എടാ പന്നിടാ, പിടിക്കാനല്ലേ കോപ്പേ. രമേശ, അവനെ കൊന്നവരെ തലരത്തിന്റെ കാലിക്ക് വെച്ചിട്ട് നീ പരിസരത്ത് വന്ന് കേട്ടാ. അവൻ ജീവിതത്തിൽ ഫ്ലക്സ് അടിച്ചേക്കരുത്. ആ സാറേ എവിടെത്തി? ഓ ഞാൻ വിടാം, ആള് വിടാം. ഫ്രണ്ടിനുണ്ടോ? തിരക്കിലായിരിക്കും. ഓക്കെ സാർ. രക്തമൂറ്റാൻ പോവാ. മോനെ രമേശ കുട്ടാ വാ. എന്താണ് കഴിഞ്ഞ? കഴിഞ്ഞു. അതെ, MLA പി ഒരു 10 മിനിറ്റിലെത്തും. നീ പോയി ആ ഗേറ്റിന് അവിടെ നിന്ന്. ഈ MLA PA കാണാൻ എങ്ങനെ ഇരിക്കും രമേശ? അത് പിന്നെ ഞാൻ ജീവനോടെ ഇതുവരെ ഒരു MLA PA കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാ. MLA PA കാണാനേ ഒരു മനുഷ്യനെ പോലെ ഇരിക്കും. അത്ര നീ പോയി MLA വണ്ടി വയ്ക്കും. ചെല്ലേ ഡേ, MLA വണ്ടി നിനക്കറിയോ? എനിക്കറിയാം. ഡേ, MLA എന്നൊക്കെ എഴുതി എനിക്കറിയാവുന്നു. അറിയാം നിനക്കറിയാം. വെറുതെ മനുഷ്യനെ മണ്ടല്ലോ. എന്തിനാണോ ഇത്? കൊറേ നേരം ആയല്ലോ. ഐസിയുന്റെ മുമ്പേ ഒന്ന് കാറാതെ ചുമ്മാ നില്ലടേ. എന്തൊരു കാറാതാ? കൊറേ നേരം നമ്മളിവിടെ ഒന്ന് കെട്ടി കിടക്കണം. ഒരുത്തനെയും കൊണ്ട് കേട്ടിട്ട് ഒരു അനക്കം ഇല്ലല്ലോ ഇവിടെ. ഡോക്ടറിന്റെ അടുത്ത് തിരക്കായിരിക്കും, അതല്ലേ? എന്തൊരു തിരക്ക്? 100 മൂട് വാഴ വെക്കാൻ എനിക്ക് ഇത്ര നേരം എടുക്കൂല, അറിയാമോ? പുളിക്കും പോനെ, പുളിക്കും. പിന്നെ പോയി ചോരി. ഞാൻ ഇത് ചോദിക്കും. പിന്നെ നേഴ്സേ, ഞാൻ വിളിച്ച കേട്ടില്ലേ? എന്തരായി? ചെറുക്കനെ കൊണ്ട് കേട്ടിട്ടൊന്നും പറഞ്ഞില്ല ഇതുവരെ. ഡോക്ടർ ബിസിയാ. ബിസി? സാറൊന്ന് വെയിറ്റ് ചെയ്യണം. എന്താ സാറേന്നൊക്കെ വിളിച്ചല്ലേ, അടങ്ങി. എന്നെയും കുറെ പേര് സാറേന്ന് വിളിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കും. ഞാൻ പോയി ചെറുക്കൻ കണ്ടോ നോക്കും. അതല്ലേ ഇവിടുത്തെ സെക്യൂരിറ്റി
ഇതീ ഭാഗത്ത് കൂടിക്കളയും പന്നി കൊല്ലരുത് ഇറക്കിയിടോ ഒന്ന് നീച്ച് പോടി. അവനെ അറിഞ്ഞൂടാ അവിടെ ഇരിക്കത്തില്ലല്ലോ, പുറത്തിറങ്ങുമല്ലോ. ജോസ് ഉണ്ടല്ലോ ഒന്നും ഞൊടിച്ചോണ്ടല്ലോ. ഇപ്പൊ തൃപ്തിയായല്ല? ഞാൻ എപ്പോഴാ പറഞ്ഞ നീ പൊട്ടി താഴ്പോയി കുറച്ച് ബ്ലഡ് കൊടുത്തിട്ട് വരും. വീടെവിടെ? ആ പിയ വരുന്നു, പിയ വരുന്നു, ആ പിയ വരുന്നു, പിയ വരുന്നു. യാത്ര പിന്നെ എന്നെ പൊക്കിയേക്കണേ. അത് ഞാനേറ്റു. കാലക്കൊടുത്ത് താഴോട്ടിടെ. ഈ ആണത്. ഇതാണ് ഞാൻ പറഞ്ഞ തങ്കച്ചൻ. ഇതാണ് തങ്കച്ചന്റെ വൈഫ്. ഇതാണ് ഞാൻ പറഞ്ഞ MLA PA. എന്റെ ഒരു പ്രത്യേക ശുപാർശയിൽ വന്നതാണ്. ആനയല്ലല്ലോ, ആനപ്പിന്റെ പല്ലേ. ഈ ബുദ്ധിശൂന്യന്മാരോടൊക്കെ നമ്മളെന്തിനാ സംസാരിക്കുന്നത്? തങ്കച്ച, വളരെ വിഷമമുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ശരിക്കും നടത്തണമെന്ന് MLA പ്രത്യേകം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ യുവജനങ്ങളുടെ ആവേശവും രോമാഞ്ചവുമായ നമ്മുടെ പേരെന്ന് പറഞ്ഞേ വാസൂട്ടൻ. ഇവയുടെ സ്ഥിതിക്ക് അദ്ദേഹത്തിന് തള്ളിക്കളയാനും പറ്റത്തില്ല. ടാപ്പിംഗ് തന്നെ. എടാ നമ്മുടെ MLA പ്രൊഫൈലിംഗ് എടുത്തേ. ആ സർ. ഇതാരടെ? പുതിയ പേജാണല്ലോ. അല്ലാതെ ഇതാണ് ബർഗർ ഖലീഫ. ഇത് ബുർജ് ഖലീഫ, ലോകത്തിലെ ഏറ്റവും വലിയ. ഹരിത വിളിക്കാറില്ലേ? പോടാ തെണ്ടി നിന്റെ അപ്പൻ. ഇത് മറ്റേ പുള്ളി ജനകീനാവാൻ വേണ്ടിയായിരിക്കും. അതാണ് സാർ. ആ കിട്ടിയാ? ഇതേ നോക്കേട്ടെ. എങ്ങനെയുണ്ട്? MLA നല്ല ഉറക്കമായിരുന്നു. അതിനിടയില പാവം. എങ്ങനെയുണ്ട്? ഇത് കൊള്ളില്ലേ? അയ്യോ ഐപാഡാണോ? എന്റെ രാഷ്ട്രീയ ഭാവി. പോടാ പോടാ. എന്റെ അറപ്പൊരമ്മേ പൊട്ടിക്കാണല്ലേ. എന്തുവാടോ ഇത്? നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്? അവനെ ഞാൻ ആരാണെന്ന് ശരിക്കും അറിയത്തില്ല. സാർ എന്ത് പണിയാ കാണിച്ചേ? എന്ത് പണി? ഗിൽബർട്ട് മരിച്ചിട്ടില്ല, മരിക്കാൻ പോകുന്നേ ഉള്ളൂ. അബദ്ധമായ? അബദ്ധമായാന്നാ സാറ് കളിക്കുന്ന പാർട്ടിയുടെ അടിത്തറയാണ്. അടിത്തറ. എടാ ഒരു കാര്യം വിളിച്ചു പറയുമ്പോ വ്യക്തമായിട്ട് പറയണ്ടടാ. ചുമ്മാ അല്ല നീ ഒന്ന് ഒരിടത്ത് എത്താത്തത്. പാടോ. ഓ ദൈവമേ, ഇനി ആ തങ്കച്ചനെ മോദിക്ക് എങ്ങനെ നോക്കണേ? ഫ്രൂട്ടി ടേസ്റ്റ് ഉണ്ടോ? പിന്നെ കുറച്ചെനിക്ക് ഭയങ്കര കോപ്പില്ല. താഴെ അവൾ ഇരിപ്പുണ്ട്, കൂടെ അവളുടെ തമ്പേ. ഹലോ, ആ ചേച്ചി ഇത് എവിടാ? എത്താറായ? ആ വാ 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 വാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. പെട്ടെന്നോ പെട്ടെന്നോ. നിങ്ങള് ICUവിന്റെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ വന്ന ആളല്ലേ? അല്ലേ? ആ അതെ അല്ലേ? അവിടെ എന്താ പ്രശ്നം? ആ കൂട്ടത്തിലുള്ള ആരെങ്കിലും ചേട്ടൻ അറിയൂ? അറിയാവുന്ന വെച്ചോ. പ്രശ്നം എന്താന്നൊക്കെ എനിക്കറിയാം. നിക്കുന്ന പയ്യനെ കണ്ട 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 ഒരു കള്ള ലക്ഷണമായിട്ട് ആ കണ്ടു.
കാര്യമാണ് നമ്മളൊരു പയ്യന ചെറിയൊരു ചുറ്റിക്കളി. അവന് പരസ്യവയ്ക്കൽ ഭാഗത്തുള്ള ഒരു ചേച്ചിയുമായിട്ട് എന്തൊരു സെറ്റപ്പ്. ഇതൊക്കെ നീയല്ലേ ഉണ്ടാക്കിയത്? ഞാൻ ഉണ്ടാക്കി. ഞാൻ പിന്നാരാ? ഞാനോ? നാട്ടുകാരിതെല്ലാം കൂടെ വളഞ്ഞിട്ട് പിടിച്ച്. ഇതറിയ പെണ്ണിന്റെ അച്ഛൻ ബോധം കിട്ടി ടപ്പ് ചെയ്തൊരു വീഴ്ച. അയാൾ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഇനി അയാൾക്ക് ഇവിടെ നിന്ന് സുഖമായിട്ട് വീട്ടിൽ പോയിട്ട് അവിടെ കൊണ്ടുവച്ച് കല്യാണം നടത്തിക്കാനുള്ള പ്ലാനാണ്. അതെ, പിന്നെ ഒരു കാര്യം, മാമന്റെ അടുത്ത് ആയതുകൊണ്ട് മാത്രം ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. ഇത് വേറെ ആരും അറിയാൻ പാടില്ല, കേട്ടല്ലോ? തങ്കച്ചിന്റെ മോനെ നീയല്ലേ ഉണ്ടാക്കിയത്? അതുകൊണ്ട് നീ എന്നെ അനുഭവിച്ചോ? ഇവിടെ നാട്ടുകാരൊക്കെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ വല്ലോ. അല്ലടാ, ഞാൻ തന്നെ. എന്റെ കൊച്ചിനെ വഞ്ചിട്ട് മാറി. അങ്ങളെ ഞാൻ തന്നെയല്ലേ അവിടെ കിട്ടാൻ വന്നു, പിന്നെ എന്ത് വഞ്ചന? പിന്നെ ഞാൻ എന്തോ വേണം? രാഹുലിനെ തല്ലണ്ട. എടീ, നിന്റെ തന്തയ്ക്ക് മുടിഞ്ഞ ഭ്രാന്താണ്, വിളിച്ചോണ്ട് പോ. എനിക്കൊന്നും കേക്കണ്ട, വിളിച്ചോണ്ട് പോ. എന്ന് ഛർദിച്ചോണ്ട് നിൽക്കണം, കൊണ്ടുപോ. അടിയണിക്കോളാ, നോക്കിക്കോ. യവനാ കൊച്ചിനെ പഴപ്പിച്ചിട്ടുണ്ട്. എന്തുവാടേ ഇത്? എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചേ? എനിക്ക് അറിഞ്ഞൂടെ. ഓ, പോടെ. എന്ത്? ഞാൻ കെട്ടാൻ പോന്ന പെണ്ണാ. തന്നെ നല്ല ബെസ്റ്റ് ഫാമിലി. പഠിപ്പിച്ചല്ലേ? അങ്ങനെയല്ല, ഉമ്മ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് പറ്റിയതാ. മിസ്അണ്ടർസ്റ്റാൻഡിംഗ്. ഇംഗ്ലീഷ് എടാ, ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ഒന്ന്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ പറഞ്ഞ അല്ല പോലെ ചേട്ടാ പോലെ. എന്തോന്നടി തന്നെ പിന്നെമാര് പോടാ. നമ്പർ ഇത് തന്നെ സാറേ. ഈ കാറിലൊന്നും വരണുണ്ടോ സാറേ? മോളില് കൊറോണ നിപ്പുണ്ട് സാറേ. മളി കാണുമെന്ന് തോന്നുന്നു. മോളിലായിരിക്കും. ചേച്ചി, യവനാണ് ഫ്രാഡ്. യവനാണ് കംപ്ലീറ്റ് മാസ്റ്റർ പ്ലാൻ. Subhash, I thought we were friends, but you betrayed me, Subhash. Subhash, ഇങ്ങോട്ട് വാ. എന്താന്ന് പറ, കാര്യം പറയേ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. വേണ്ട, എനിക്കെല്ലാം മനസ്സിലായി. അങ്ങനെയല്ല, നീ വിചാരിക്കുന്ന പോലെ അല്ല. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണേ. ഞാൻ പറയാം. പൊക്കോ കുട്ടി. കുട്ടി വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും. രാഹുൽ നല്ലവനാ. പിന്നെ ഇവിടെ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അത് ഇപ്പൊ ശരിയാവും. ഒന്നുമില്ല, സാരല്ല. ഈസി ഈസി. ഹായ് ശോഭ. ഞാനൊന്നും അറിയില്ല. കുടുംബം കലങ്ങി ദ്രോഹി. അവിടെ എന്തോന്നൊരു ബഹളം. നിനക്ക് എന്റെ ഭർത്താവിനെ കിട്ടിയോളൂ അല്ലേ? ഇനി ഞാൻ തല്ല സംഭവിക്കില്ല ശോഭേ. അമ്മേ
ഇനി തല്ലരുത്, തല്ലുള്ള ശേഷിയില്ല. ശോഭേ, ശോഭേ, നീ എന്താ ഇവിടെ? ചേച്ചി ആട്ടി അവന്റെ മോന്തമാക്കി. നീ എന്താ നിലത്തിരിക്കുന്നേ? വാ വീട്ടിൽ പോവാ. ആര് ചോദിച്ചു? ഞാൻ എന്താ തോന്നി പറയുന്നേ? ഞാൻ പറയണമെന്ന് കേക്ക്. ചേച്ചി ആട്ടിക്കവനെ. എന്റെ ശോഭ, ഞാൻ എന്ത് ചെയ്തിട്ടാ? നിനക്ക് കിട്ടേണ്ട അടിയാ ഞാൻ വാങ്ങിച്ചു. അപ്പൊ അവരെന്നെ അടിച്ചപ്പോ രാഹുൽ ഓടി പോയതോ? എന്തിനാണ് ഞാൻ ഓടിയല്ലേ? സെറ്റപ്പാണല്ലേ ഇതല്ലേ? ശോഭേ, ഞാൻ പറഞ്ഞേ പ്ലീസ്. ഇവന്റെ സെറ്റപ്പാ. നമുക്ക് വീട്ടിൽ പോവാം. എന്തേ മറ്റു കാര്യം? തല കിട്ടിയില്ല. എന്തോന്ന് കിട്ടി? ഉടുതുണി. ലുങ്കിയാ? എന്തിനു? രമേശ, ഇത് മുമ്പത്തെ പോലെയല്ല. ഇപ്രാവശ്യം നീ തലർത്തന്നെ കാൽക്ക വെക്കാണ്ടി പരിസരത്ത് വരില്ല. ശോഭ, അതും കെട്ടാൻ പോകുന്ന പെണ്ണാ. വാ ശോഭ, പ്ലീസ്, നമുക്ക് വീട്ടിൽ പോവാം. വാ. ഇല്ല ശോഭേ, നീ വാ, വാ വീട്ടിൽ പോവാം. വാ ശോഭേ. ഒന്ന് വഴി തന്നെ. എടി, നിന്റെ അച്ഛന് മുഴുത്ത പ്രാന്താണ്. പോലീസിനെ കൊണ്ടുവരുന്ന എന്നെ പിടിപ്പിക്കാൻ. ഇതിനെന്നെ തൂക്കി കൊല്ലൊന്നുമില്ല, മനസ്സിലായ? അങ്ങോട്ട് മാറിനിക്കാം. ഹായ് പോലീസ്. പോലീസ് സോറി. നീ എന്താ ഇവൻ പറഞ്ഞൊക്കെ കേട്ടിട്ട്? ഇവിടെ ആരെ ഗിൽബർട്ടിന്റെ പേര്? നീ ആരാ? SI ആവാൻ പോകുന്ന സുഭാഷ്. സുഭാഷ് സാർ. SI ആവാൻ പോണം. മാറിക്കട അങ്ങട്. ആരാ ഇവിടെ ഈ ഗിൽബർട്ടിന്റെ പേരൻസ് ആക്സിഡന്റ് ആയി കിടക്കണേ? നിങ്ങളല്ല, ഗിൽബർട്ടിന്റെ പാരന്റ്സിനെ വിളിച്ചത്. ഞാനാ സാറേ തങ്കച്ചൻ, ഗിൽബർട്ടിന്റെ അപ്പൻ. അപ്പൊ പിന്നെ ഞാനാരാ? എന്താ ഡോക്ടർ ഇത്? 4 പേരോ? ഇതാകെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഗിൽബർട്ടിന്റെ അപ്പൻ തങ്കച്ചൻ ഇതാണ്. അതെ സാർ. ഒരുമാതിരി അനാവശ്യം പറയരുത്. നിങ്ങൾ നാളെ കളിപ്പിക്കാണോ? നമുക്ക് വീട്ടിൽ പോവാം. തലക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ട്. ഇതേ സ്ത്രീ ഇവിടെ കിടന്ന് കരയണത്? എന്റെ ചേച്ചിയാണ് സാർ. നിന്റെ ചേച്ചിയോ? ഇവരെന്തിനാണ് ഇവിടെ കിടന്ന് കരയണത്? മീശോ വെച്ചിട്ടുള്ള അവൻ കാരണമാണ് സാറേ. പരിഷ്പിക്കൽ വാർഡിലെ യൂത്ത് പ്രസിഡന്റ് ആണേ. ഇത് ഞാൻ നോക്കിക്കോളാം. ചേച്ചി, എന്തിനു കുത്തിരിപ്പ് സമരം? വാ, നീക്ക് പോവാം. എന്റെ ശോഭ, നീ എന്താ ഇവനെയൊക്കെ പേടിക്കുന്നേ? ഞാൻ വന്ന കാര്യം പറയാം. ഗിൽബർട്ടിനെ ഇടിച്ചിട്ട് നിർത്താതെ പോയ വണ്ടി ഞങ്ങളുടെ ക്യാമറയിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലൂ കാറ്. ആ കാറ് താഴത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ വണ്ടിയിൽ വന്ന മക്കൾ ആരൊക്കെയാടാ? ആരുമില്ലടാ. മര്യാദക്ക് പറഞ്ഞോളണം. അങ്കിൾ പ്ലീസ്, പ്ലീസ് അങ്കിൾ പ്ലീസ്. ഞാൻ വന്ന് പിടിച്ചാ. ഞാൻ മാത്രല്ല സാർ. പിന്നെ സാർ, ഓനും കൂടെ ഉണ്ട് സാർ. ഇങ്ങോട്ട് വാടാ. പോയി പിടിച്ചോണ്ട് വാടോ. സാർ, നീ തീർന്നടാ. ഞാൻ പോയി 2 കൊടുത്ത് പിടിച്ചോണ്ട് വരാം സാർ. നിങ്ങളാണോടാ വണ്ടിയിൽ വന്നത്? വാ തുറന്ന് പറയടാ. നിങ്ങളാണോ ഓരോരുത്തർ ഇടിച്ചിട്ട് നിർത്താതെ പോയത്? പക്ഷെ നിങ്ങളല്ല. വേറെ ആരാടാ കറുത്ത കൂളിംഗ് ഗ്ലാസും വെച്ച് പാതിരാത്രി ആ വണ്ടി ഓടിക്കണവൻ? Lots of cash money. I got lots of cash money. Gonna make your moves. My God. Visman. ഇവനാണോടാ? അതെ. കാശാണോ? സുഭാഷ്, what happened? ആരാടാ അവൻ? അപ്പച്ച, അമ്മച്ചി, നിങ്ങൾ എന്താ ഇവിടെ? അയ്യോ എന്റെ ഈശോയെ. ഗിൽബർട്ട്, കണ്ടാ? ഉണ്ട്.
ഉണ്ട് ഗിൽബർട്ടിന്റെ ആത്മാവ് ഉണ്ട് ഞാൻ കണ്ടടാ. നീ മാത്രമല്ല കോപ്പേ, ഞാൻ എല്ലാരും കണ്ടോനെ. മാറിയില്ലടേ, എന്തോന്ന് കാണിക്കണേ മോനെ. ഗിൽബർട്ടെ, നിനക്ക് ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞിട്ട്. അയ്യോ ഞാനല്ല ചേട്ടാ, അതെന്റെ കൂട്ടുകാരന്റെ ഫ്രണ്ട് ഗിൽബർട്ട്, വേറെ ഗിൽബർട്ട്. അവനെ ഞാൻ എവിടെ കൊണ്ടുവന്നത്. നീ ഓടി രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ ഇവന്മാരെല്ലാം കൂടെ നിന്നെ പച്ചക്ക് കൊടുത്തു. വാ ശോഭേ, എഴുന്നേൽക്ക്. ഞാൻ വരൂല. കുടുംബങ്ങൾക്ക് തടിയൻ തെണ്ടി പോടാ. വാ ശോഭേ, വാ. എടാ വിസ്മയ, എല്ലാം കൊള്ളേ രക്ഷപ്പെടണം. ഇപ്പൊ ഓടിക്കോ. നേരെ മാമ പറ്റിക്കാൻ തുടങ്ങിയിട്ട് പാർട്ടി എന്ന് പറഞ്ഞോണ്ട് ഫൂൾസ്. വേണോ? തരൂല. നോക്കി നിൽക്കാതെ പോടാ. നിന്നെ വണ്ടി അടിച്ചെന്ന് പറഞ്ഞതാണ് പിള്ളേര് വീട്ടിൽ വന്നത്. എവിടെ മാറി തോന്നിക്കണടുത്തെ പിടിക്കണവനെ. Okay, let's go. Come on. Hey, he stole my fruity. He stole my fruity. മരുമോനെ മൈൻഡ് ചെയ്യുന്നില്ല. എന്റെ ശോഭയെ, സത്യത്തിൽ ഇതാ സംഭവിച്ചേ. നീ ആ പൊണ്ണത്തടിയും പറയുന്ന മണ്ടത്തിലൊക്കെ വിശ്വസിച്ചല്ലോ. എന്നാലും എന്നോട് പറയായിരുന്നു. ശരിയാ, ഞാനപ്പോ അതൊക്കെ നിന്നോട് എങ്ങനെ പറയും? നിനക്കിപ്പോ മനസ്സിലായല്ലോ. മരുമോന്റെ കട്ട ഇപ്പൊ മനസ്സിലായ എന്താ സംഭവിച്ചതെന്ന്? ശ്രേയ, ബാക്കി നടന്നത് മുഴുവൻ തെറ്റിദ്ധാരണ മാത്രമാണ്. ആ, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിന്നെ ചതിക്കുമെന്ന്? നിനക്കൊരു വെട്ടുകേക്ക് എടുക്കട്ടെ? അങ്കിളിനൊരു ബണ്ണ് എടുക്കട്ടെ? അയ്യോ, It's my car. Drive safe, man. അവിടെ കടയില്ലെന്നും മിണ്ടാതിരിക്കും ചേട്ടാ. അണ്ണാ ഒരു ചായ കുടിച്ചാലോ? ഒന്നും പറ്റിയിട്ടില്ല, ഒന്നും പറ്റിയിട്ടില്ല. ഗിൽബർട്ട് ഒന്നും പറ്റിയിട്ടില്ല. ഇവൻ നിങ്ങൾ തള്ളിയിട്ട് കൊന്നാലോ? എല്ലാവനും പോയി. നിങ്ങൾ കൂടി ആളിറങ്ങണം. ചേട്ടന്റെ ചായ. ചേട്ടാ ഒരു കടി. 1 2 ധൈര്യമായിട്ട് എടുത്തോ. അണ്ണാ, ചേച്ചി ഒന്നിങ്ങ് വന്നേ. അപ്പൊ നിങ്ങളാ ഗ്രാമം മൊത്തം ഒഴിപ്പിച്ചു തന്നു. വളരെ നന്ദിയുണ്ട്. എന്താ എന്താ പ്രശ്നം? തന്നെ കൂതാ. എന്താ